എവിടെ തിരഞ്ഞെടുപ്പുണ്ടോ അവിടെ പത്മരാജനുണ്ട്. 37 വർഷമായി തമിഴ്നാട്ടിലടക്കം 180ഓളം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. കെട്ടിവച്ച കാശ് കളഞ്ഞെങ്കിലും പിന്മാറാൻ തയ്യാറല്ല. ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡ് ഇന്ന് പത്മരാജന്റെ പോക്കറ്റിലാണ്. എന്റെ 251ാമത്തെ നോമിനേഷനാണ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 1ാം വാർഡിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ 1988 തുടങ്ങിയതാണ് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ. ഇതുവരെ വാജ്പേയി, നരസിംഹറാവു, ജയലളിത, കരുണാനിധി, എ.കെ. ആന്റണി, വയലാർ രവി, യെഡിയൂരപ്പ, ബംഗാരപ്പ, എസ്.എം. കൃഷ്ണ, വിജയമല്ലയ്യ, സദാനന്ദ ഗൌഡ, ജഗദീഷ്, സിദ്ധരാമയ്യ, തற்போதைய ജനാധിപതി ദ്രൗപദി മുർമു, ധൻകർ, സി.പി. രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി, അതുപോലെ അബ്ദുൽ കലാം, ഇവർക്കൊക്കെ എതിരെ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഡൽഹി ബുക്ക് ഓഫ് റെക്കോർഡ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്മശ്രീക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതിക്കെതിരെയും ഉപരാഷ്ട്രപതിക്കെതിരെയും മത്സരിക്കാൻ പത്രിക നൽകിയ പത്മരാജൻ ഇക്കുറി കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും പത്രിക നൽകി. കണ്ണൂർ കുഞ്ഞിമംഗലം 1ാം വാർഡിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത്. ഞാൻ നേരത്തെ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ മത്സരിച്ചു. കാരണം ഇപ്പോൾ വേറെ ഇലക്ഷനിലേക്ക് അവിടെ ഇല്ല. ബീഹാർ പോകാൻ പറ്റിയില്ല ചില പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വന്തം നാടായ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡില് ഞാൻ നോമിനേഷൻ കൊടുത്തു. അത് തള്ളും ഉറപ്പാണ്. ഇരുന്നാലും ഞാൻ റെക്കോർഡ് ചെയ്തു. പയ്യന്നൂർ കുഞ്ഞിമംഗലം സ്വദേശിയായ പത്മരാജൻ വർഷങ്ങളായി സേലം മേട്ടൂരിലാണ് താമസം. ടയർ റീസോളിംഗ് സ്ഥാപനം നടത്തുന്ന പത്മരാജന്റെ ഇഷ്ടചിഹ്നം ടയർ തന്നെ. കേരളത്തിലെ വോട്ടറല്ലാത്തതിനാൽ പത്രിക തള്ളിപ്പോകുമെങ്കിലും നാടിനോടുള്ള ആത്മബന്ധമാണ് മത്സരിക്കാൻ കാരണമെന്ന് പത്മരാജൻ പറയുന്നു. അതെ, ഞങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്വന്തം മണ്ഡലമായ മേട്ടൂരിൽ മത്സരിക്കും. പറ്റിയെങ്കിൽ വിജയിനെതിരെ മത്സരിക്കാറുണ്ട്. ഇല്ലെങ്കിൽ എന്റെ സാറിന്റെ കൂടെ, പിണറായി സാറിന്റെ കൂടെ ധർമ്മടം വീണ്ടും മത്സരിക്കും. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചായിരുന്നു, 2021 മത്സരിച്ചായിരുന്നു. ആയിരത്തി 1988 മുതൽ തുടങ്ങിയ തിരഞ്ഞെടുപ്പ് മത്സരം തന്റെ 65ാം വയസ്സിലും തോൽക്കുമെന്നുറപ്പുണ്ടായിട്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ്ക്കെതിരെ മത്സരിക്കാനാണ് അടുത്ത തീരുമാനം.